വാർഡിലാണുള്ളത്. ഇവിടെ ഇവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ചർച്ച ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമൊക്കെ ഇപ്പോൾ ന്യൂസ് 18 ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയോടൊപ്പം ചേരാൻ സന്നദ്ധരായി എത്തിയിരിക്കുകയാണ്. ഇവർ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഈ മലയോര ഗ്രാമത്തിൽ ഡിജിറ്റൽ സർവേ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. നമ്മളത് വളരെ ആധികാരികമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ ഡിജിറ്റൽ സർവേ നടക്കാത്തത് കൊണ്ട് ഇവിടെ ഇവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ഭൂരഹിതരായും ഭവനരഹിതരായും നിരവധി പേരാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ നിരവധി സർക്കാർ ഭൂമിയുണ്ട്. ഇത് ഡിജിറ്റൽ സർവേ ചെയ്ത് തരപ്പെടുത്തി കൊടുക്കാത്തത് കൊണ്ട് റെയിൽവേ പുറമ്പോക്കിൽ നിന്നും റോഡ് പുറമ്പോക്കിൽ നിന്നും ഒക്കെ ഒഴിപ്പിക്കപ്പെട്ടവർക്ക് വസ്തു കൊടുത്ത് സഹായിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. നമ്മുടെ ഈ തെന്മല വാർഡിലെ നിരവധി ആൾക്കാർ വീടില്ലാത്തവര് വസ്തുവില്ലാത്തവരൊക്കെ ആയിട്ടുണ്ട്. ഇവരൊക്കെ ഒരു അപേക്ഷയുമായി സർക്കാർ ഓഫീസുകളിൽ ചെല്ലുകയാണെങ്കിൽ ഇവിടെ റവന്യൂ ഭൂമി എവിടൊക്കെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തത് ഇവർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ ഒരു വലിയ തടസ്സമായി നിൽക്കുകയാണ്. ഏകദേശം 50 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന പേരെങ്ങനെ കനീസുബയ്യ ഇത് തെമ്മല ഡാമിന്റെ നിർമ്മാണവും ബന്ധപ്പെട്ട് ഇവിടെ എത്തിയ ആളാണ്. ഇതുവരെ ഇവർക്ക് വസ്തുവോ വീടോ ഇല്ലാത്തൊരവസ്ഥയാണ്. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നില്ല മറുപടി കിട്ടുന്നത് നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്, ഒരു പിള്ളേർക്ക് ഗ്രാൻഡ് മേടിക്കാൻ ജാസ് സർട്ടിഫിക്കറ്റ് പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവർ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾ ഈ ഡാമിലെ ജോലിക്ക് വന്ന് കഷ്ടപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിലെ കറണ്ട് ഉൽപ്പാദിക്കുന്നു, എക്കോ ടൂറിസം ഉണ്ടായി, ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്ന ജനങ്ങളാണ് ഞങ്ങൾ. പട്ടയത്തിന് പോയാൽ പറയുന്നത് പിന്നെ ഫോറസ്റ്റിൻ്റെ തടസ്സം, പിന്നെ റവന്യൂ വകുപ്പിൽ പോയാൽ പറയുന്നത് റവന്യൂ വകുപ്പ് തടസ്സം. ഇങ്ങനെ ഈ സമയാസമയം ഇലക്ഷൻ വരുന്ന സമയത്തിൽ ഇതാ നിങ്ങൾക്ക് പട്ടയം റെഡിയായി കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ഇലക്ഷൻ കഴിഞ്ഞ അത് മറക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ ആ ഡാമിലെ ഒരു 150 കുടുംബക്കാർ ഇട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, നിലവിൽ നമ്മളിവിടെ താമസമായിട്ട് ഏകദേശം 50ഓളം വർഷമാകുന്നു. നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ഈ വസ്തു വേണമെന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിച്ചു കാണും? ഒരുപാട് ഞാൻ തന്നെ എൻ്റെ അഡ്രസ് വെച്ച് ഒരുപാട് തഹസിൽദാർക്ക്, കളക്ടർക്ക്, വില്ലേജ് ഓഫീസർക്ക് അയച്ചു കൊടുത്തിട്ടും ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ഈ ജോലിക്ക് വന്നവരാണ്, ഞങ്ങൾ വെറും ഇതായിട്ടാണ് ഞങ്ങളെ കണക്ക് കൂട്ടുന്നത്. ഞങ്ങളുടെ കൊച്ചു മക്കളുടെ മക്കളായി അങ്ങനെ ജീവിക്കുകയാണ്. ഞങ്ങൾ ഒരു 150-200 കുടുംബക്കാർ തെന്മല ഡാമിൽ കഷ്ടപ്പെട്ട് 3 കോളനിയായിട്ട് അവിടെ കഷ്ടപ്പെട്ട് കിടക്കുന്നവർക്ക് ഒരു രേഖയോ ഒരു ഇല്ലെന്ന് പറയുമ്പം വോട്ടർ ലിസ്റ്റിന്റെ ഇതുണ്ട്, ഐഡന്റിറ്റി കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, റേഷൻ കാർഡുണ്ട്. അതും റേഷൻ കാർഡ് 2ാം പേജിലിട്ടിരിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ പുറത്തുള്ളവരാണ് ആ റേഷൻ കാർഡിലെയും ഞങ്ങൾക്ക് അഡ്രസ് ചെയ്ത് തന്നേക്കുന്നത്. ഇങ്ങനെ റേഷൻ കാർഡിലും നമ്മളെ ഒരു കേരളത്തിലെ 2ാം തരം പൗരൻ കേരളത്തിൽ നിന്ന് പുറത്തുള്ളവരാണ് ഈ 2ാം പേജിൽ ഞങ്ങൾക്ക് റേഷൻ കാർഡിലും തന്നേക്കുന്നത്. ഇങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്തായ ഒരു ശാസ്ത്രത ഉണ്ടാക്കി തരണമെന്ന് താല്പര്യം. ഇപ്പോ ഇവിടെ നിലവില് ഇഷ്ടംപോലെ ഭൂമിയുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. വനാതിർത്തിയാണ്, അതുപോലെ തന്നെ തോട്ടം മേഖലയിലുണ്ട്. പക്ഷെ ഇത് നമുക്ക് തരംതിരിച്ച് തരാത്തതാണല്ലോ നമുക്കൊരു തടസ്സമായി നിൽക്കുന്നത്. ഈ റവന്യൂ ഭൂമി തരംതിരിച്ച് നൽകണം, ഡിജിറ്റൽ സർവേ നടത്തണം എന്നൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് നിരവധി പേര് രംഗത്തെത്തിയിട്ടുമുണ്ട്. അത്തരത്തിൽ നിങ്ങളെ വാർഡ് മെമ്പറുടെ സഹായത്തോടെ ഒരു ആവശ്യം നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മെമ്പറും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മെമ്പർ ഇപ്പോഴും അതിന്റെ ആവശ്യമായിട്ട് പിന്നെ സെക്രട്ടേറിയറ്റ് വരുന്നുണ്ട്. ഇതിനായിട്ട് ഒരു തീരുമാനം എന്തെങ്കിലും ഈ മെമ്പർ കാലാവധി തീർന്ന മുമ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മെമ്പർ. അത് നമുക്ക് ബോധ്യമാണ്. ചൂണ്ടിക്കാണിക്കേണ്ടതായ മറ്റൊരു വിഷയം, സർക്കാർ ഓഫീസുകൾ, ഇത് തെന്മല ഒരു മലയോര മേഖലയാണ്, വാഹനങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഈ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ പോവുകയാണെങ്കിൽ പല സർക്കാർ ഓഫീസുകളും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പോകേണ്ട ഒരു സ്ഥിതിയാണ്. അത് എല്ലാം വളരെ ദൂരവും എല്ലാം വാടകക്കെട്ടിടത്തിലുമാണ്. ഈ സർക്കാർ ഓഫീസുകളൊക്കെ ഈ വളരെ ദൂരത്തിലാണ്, എല്ലാം വാടകക്കെട്ടിടത്തില്ല. എന്തുകൊണ്ട് ഇവിടെ ഒരു സ്വന്തമായി ഒരു ഓഫീസുകൾ വരുന്നില്ല? ഇവിടെ ഇത്രയും സ്ഥലമുണ്ട്, അത് ഡിജിറ്റൽ സർവേ ചെയ്ത് സർക്കാർ ഏറ്റെടുത്തും കൊണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം സർക്കാരിന്റെ ഉടമസ്ഥതയിലാക്കണം. അതുകൊണ്ട് നല്ല ഒരു ഡിജിറ്റൽ സർവേ തന്നെ വരണം. നിലവില് എല്ലാ ഓഫീസുകളും വാടക കെട്ടിടത്തിലാണോ? അല്ല, ഇലക്ട്രിസിറ്റി ഓഫീസ് വാടക, പിന്നെ വില്ലേജ് ഓഫീസ് സ്വന്തമാ. വില്ലേജ് ഓഫീസ് സ്വന്തമാണ്.
അല്ല, ആശുപത്രിക്കൊക്കെ വളരെ തുച്ഛമായ സ്ഥലമല്ല. ആശുപത്രി എന്ന് പറയുന്നത് എല്ലാം കോഴിക്കോട് പോലെ ഇരിക്കുക, അവിടെ ഒന്നും സൗകര്യമില്ല, 4 പേര് വന്നാൽ നിരത്തി ഇരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അത് നല്ലൊരു ആശുപത്രിയും ഇവിടെ വരണം. ഇത് കിഴക്കൻ മലയോര പ്രദേശമല്ലേ, ഇവിടെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല കിടത്തി ചികിത്സിക്കേണ്ട ഒരു ഹോസ്പിറ്റലാണ് വേണ്ടുന്നത്. അതിന് ഇത്രയും സ്ഥലം ഇവിടെ പലരും കയ്യേറി വെച്ചേക്കുക. അപ്പോൾ അത് തിരിച്ചെടുത്ത് നമ്മുടെ ഗവൺമെന്റിനും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളോട് ചെയ്യണമെന്നാണ് നാട്ടുകാരനെന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. തമിഴ്നാട് ആയിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമുണ്ട്. ശബരിമല സീസൺ ആരംഭിച്ചാൽ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ദിവസവും വരുന്ന സ്ഥലമാണ്. അവർക്കൊക്കെ ഒരു അടിയന്തര സാഹചര്യം, മെഡിക്കൽ സംവിധാനം, സഹായത്തിനുള്ള ഒരു സംവിധാനം തെന്മലയിൽ ഇല്ല. ഞങ്ങളൊക്കെ അതിനകത്ത് അനുഭവിക്കുന്നവരോ, ഞങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നവർ രാത്രിയിലും പകലും ഒക്കെ ഈ രാത്രി ഇവിടെ ആക്സിഡന്റ് ആകുമ്പോൾ ഞങ്ങളെ എടുത്തോണ്ട് പോകുന്നത്. കാര്യം ഇവിടുന്ന് എടുത്ത് കൊല്ലു കൊണ്ടു ചെന്നാൽ അവിടെ കിടത്തത്തില്ല, അപ്പോഴേ അവരൊക്കെ മെഡിക്കൽ കോളേജ് എടുത്തേ ഉള്ളൂ. അപ്പം നമുക്ക് തെന്മലയിലെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ കിഴക്കൻ മേഖലയിൽ അത്യാവശ്യമാണ്, ഒരു വലിയ ഹോസ്പിറ്റൽ ഇവിടെ ആവശ്യമാണ്. അത് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് അതാണ് അഭിപ്രായം പറയുന്നത്. എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്നത് സ്ഥലമില്ല. ഓരോ വകുപ്പുകൾ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം സർക്കാർ ഓരോരുത്തർ കയ്യേറി വെച്ചേക്കുക. അല്ലാതെ അത് തിരിച്ചു പിടിച്ച് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഒരു ഹോസ്പിറ്റലാണ് അത്യാവശ്യം. പിന്നെ അതുപോലെ തന്നെ റോഡ്, ഇവിടെ ഹൈവേ എന്ന് പറയാമെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, പൊത്തവും കുഴിയും ഇതായിട്ട് കിടക്കുക. അപ്പോൾ അതും ഒരു പരിഹാരത്തിൽ എത്തണം. അതാണ് ഡിജിറ്റൽ സർവേ തന്നെ നടത്തണം. ഈ ഭൂമി ആരുടെയാന്നുള്ളത് തെളിയിക്കണം. എന്നിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക. അത്രയാണ് എൻ്റെ അഭിപ്രായം. തെന്മലയുടെ വികസനത്തിന് മുഖ്യമായിട്ട് തടസ്സം ഉള്ളത് പട്ടയഭൂമി ഇല്ലാത്തതാണ്. പട്ടയഭൂമി ജനങ്ങൾക്ക് കിട്ടാതിരിക്കാനുള്ള സാഹചര്യം പ്രധാനമായിട്ടും റവന്യൂ വകുപ്പിൻ്റെയും ഫോറസ്റ്റ് വകുപ്പിൻ്റെയും പടലപ്പിണക്കമാണ്. നമുക്കറിയാം, പല പ്രാവശ്യവും ഇത് സർവേകൾ നടന്നുപോയി, പട്ടയത്തിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അവർ വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നത് മെയിനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ വകുപ്പുകളുമാണ്. അവർ തങ്ങളിലുള്ള പടലപ്പിണക്കമാണ്. ഇതിന് ചൂട്ടുപിടിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്ത് റവന്യൂ മന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും നിൽക്കുന്നത്. ഇവരുടെ കഴിവില്ലായ്മ കൊണ്ടാണ് ഇത്രയും ലേറ്റാകുന്നത്. ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ, ഏതാണ്ട് 2 വർഷത്തിന് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും ഡിജിറ്റൽ സർവേ കഴിഞ്ഞു. ഈ അഞ്ചൽ ഭാഗങ്ങളിലെല്ലാം ഏതാണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് പോലും തെന്മലയിൽ അതിൻ്റെ ഒരു ചിത്രം ഇതുപോലെ സർവേ, ഡിജിറ്റൽ സർവേ വരണം എന്ന് ഒരു ഡീറ്റെയിൽസ് വിവരം പോലും നമ്മുടെ വില്ലേജിൽ കിട്ടിയിട്ടില്ല. അല്ല, വില്ലേജ് ഉദ്യോഗസ്ഥര് അതിനൊരു മുൻകൈ എടുക്കാത്തതാണ് കാരണമെന്നാണ് ഒരു ആരോപണം. തീർച്ചയായിട്ടും ആയിരിക്കാം. കാരണം ഇവരുടെ 2 കൂട്ടരെയും ഉള്ളുകളി എന്ന് പറഞ്ഞാൽ, ഇത് ഡിജിറ്റൽ സർവേ ആയിക്കഴിഞ്ഞാൽ പട്ടയവും റവന്യൂവും ഫോറസ്റ്റും തനിയായിട്ട് തിരികെക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ ഈ ഡിപ്പോ അടക്കം റവന്യൂവിൻ്റെ സ്ഥലമാണ്, അത് ഫോറസ്റ്റിന് വിട്ടുകൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ ഇവർ 2 കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ ഈ റവന്യൂവിന്റെ സ്ഥലം ഫോറസ്റ്റിന് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, അത് റവന്യൂ പിടിച്ചെടുക്കുകയല്ലേ ചെയ്യേണ്ടത്? ഒരിക്കലും അത് വല്ല റവന്യൂ തന്നെ പിടിച്ചെടുക്കണം. പക്ഷേ നമ്മുടെ വനം വകുപ്പ് മന്ത്രി 2 പ്രാവശ്യം ഇവിടെ ഒന്ന് കുറ്റിയടിച്ചു. ഫോറസ്റ്റ് പോലീസ് സ്റ്റേഷന് വേണ്ടിയും പിന്നെ സാംസ്കാരിക കേന്ദ്രത്തിന് വേണ്ടി 2 അടുത്ത് കുറ്റിയടിച്ചു. 2 ഏക്കർ സ്ഥലങ്ങൾ കുറ്റിയടിച്ചിട്ട് പോയി. പക്ഷേ മിനിസ്റ്ററിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റർ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ആവുന്നതും നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി ആവുന്നതൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, കേസിനൊക്കെ പോയിട്ടുണ്ട്. ഇവർ 2 പ്രാവശ്യം വില്ലേജിന്റെ കളക്ടർ ഉൾപ്പെടെ വന്നിവിടെ കുറ്റിയടിച്ചിട്ടുണ്ട്, ഗേറ്റ് ഇട്ടിട്ട് പോയതാണ്. ആ ഗേറ്റ് ധിക്കാരപരമായിട്ടാണ് പൊളിച്ചു കളഞ്ഞത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ അതിനെ പോലും പ്രതികരിക്കുവാനോ അതിനുവേണ്ടി നടപടി എടുക്കുവാനോ നമ്മുടെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വനം വകുപ്പിനെതിരെ കേസ് നടപടികളുമായിട്ടും പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ 2 കൂട്ടരും പരസ്പരം കേസിന് പോയിട്ടുണ്ട്. പക്ഷേ 2 പേരുടെ കയ്യിൽ ഇതിന്റെ തെളിവുകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ പണ്ട് ഇത് ഗവൺമെന്റിന്റെ സ്ഥലമായിരുന്നു. ഇത് ഡിപ്പോ എന്ന് പറയുന്നത് എസ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. അതിന് തെളിവായിട്ട് ഇവിടെ എല്ലാ റബ്ബറുകളും ഉണ്ടായിരുന്നു. അത് ഘട്ടം ഘട്ടമായിട്ട് ഡിപ്പോക്കാർ ഉദ്യോഗസ്ഥർ തന്നെ മുറിച്ചു മാറ്റിയാണ് ഉണ്ടായത്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഹാരിസൺ മലയാളത്തിന്റെ കുത്തക പാട്ട ഭൂമിയുടെ ഭാഗമായിരുന്നു, സ്ഥലമായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പിന്നെ ഒരു 8 ഏക്കറോളം പല ആവശ്യങ്ങൾക്കായി തരംതിരിച്ചിട്ടത് അത് ക്രമേണ തടി കൊണ്ട് ഇവിടെ ഇറക്കി ഈ വനം വകുപ്പ് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതായത് തെന്മല റെയിൽവേ സ്റ്റേഷനിൽ ഡിപ്പോ ഉണ്ടായിരുന്നു. തടി സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വരാനോ ട്രെയിൻ സർവീസ് ഗുഡ് സർവീസും ഉണ്ടായിരുന്നു. അതിന്റെ സൗകര്യത്തിലാണ് അടുത്ത് തന്നെ ഡിപ്പോ അനുവദിച്ചത്. പക്ഷെ അത് കാലക്രമേണ കൊണ്ട് അത് അവരുടെ സ്വകാര്യ ഫോറസ്റ്റിന്റെ വനം വകുപ്പിന്റെ കൈകളിലായി. അതിന്റെ ഒരു തെളിവ് പറയണമെങ്കിൽ നമ്മുടെ സത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ അതിന്റെ അസോസിയേഷൻ ഉണ്ട്, ഈ ഡിപ്പോയുടെ എല്ലാം ഏജന്റുമാരുടെ അസോസിയേഷൻ ഉണ്ട്. അവർ കെട്ടിപ്പടുത്തിയ ഒരു കെട്ടിടമാണ് അത് ഇരുന്നല. അത് അവരെ വിരട്ടി വിട്ട്
തമിഴ്നാട്ടുകാരൻ അവർ പോയി. ഇപ്പൊ അത് ഫോറസ്റ്റിന്റെ അതിനുള്ള ഇരിക്കുകയാണ്, ഡിപ്പാർട്ട്മെന്റ് ഇത് കയ്യിലിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്ന ഈ സ്ഥലം തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ ഗുഡ്സ് ട്രെയിനുകളിൽ തടി കയറ്റി കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ തടികൾ കൊണ്ട് സംഭരിക്കാനായി അന്ന് ഒരു വാക്കാൽ കരാർ ഉറപ്പിച്ച് എടുത്ത സ്ഥലമാണ് ഗവൺമെന്റ് കൊടുത്തതാണ്. കാരണം ഔദ്യോഗികമായി നൽകിയതല്ല. അല്ലല്ല, ഒരിക്കലും അല്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോ ഇത് ഒരു വാക്കാൽ ഉറപ്പിച്ച് അന്ന് തടി ഇറക്കി വെക്കുന്നതിനായി കൊടുത്ത സ്ഥലം ഇപ്പം വനം വകുപ്പ് കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെ ഓരോ പ്രദേശവാസികളാണ്. ഈ സ്ഥലം ഉൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്യുകയാണെങ്കിൽ തരംതിരിക്കപ്പെടും. റവന്യൂ ഭൂമിയും വനഭൂമിയും തരംതിരിക്കപ്പെടും. റവന്യൂ ഭൂമിയിൽ ഇവിടെ തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് ഉതകുന്ന നിലയിലുള്ള നിരവധി സംരംഭങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു അഭിപ്രായവുമാണ് ഇവർ വെക്കുന്നത്. നമ്മൾ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇവിടെ അഭിമുഖീകരിക്കുന്ന വിഷയം എന്താണ്? ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന്, ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ 200 ഏക്കർ. ആ 200 ഏക്കർ എന്ന് പറയുന്ന അതിൽ അധീകരിച്ച ഭൂമി ഇവരുടെ കൈവശമുണ്ട്. അത് 100 വർഷത്തെ കുത്തകപ്പാട്ടത്തിന് ആണ് ഗവൺമെന്റ് കൊടുത്തിരുന്നതെങ്കിൽ കുത്തകപ്പാട്ടത്തിന്റെ കാലാവധി കഴിഞ്ഞ് സ്വകാര്യ വ്യക്തിക്ക് എസ്റ്റേറ്റ് വിൽക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു. ഞാൻ ചോദിക്കുന്നത് ഈ അതിലേക്ക് വരാം. നമുക്ക് ഈ കുത്തകപ്പാട്ടം ഉള്ള സമയം നമുക്ക് അങ്ങനെ വിൽക്കാൻ പറ്റുമോ? കുത്തകപ്പാട്ടം ഉള്ളത് അവർ കൈമാറ്റം ചെയ്തതായിട്ടാണ് പറയുന്നത്. റിയ റിസോർട്ട് ആൻഡ് പ്രോപ്പർട്ടിക്ക് കൊടുത്തു. അപ്പൊ ഈ തെന്മലയിലെ ഒരു വിഷയം എന്ന് പറയുന്നത്, തെന്മലയുടെ പഞ്ചായത്തിന് പൊതുസ്ഥലങ്ങളില്ല, റവന്യൂ സ്ഥലങ്ങളില്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഡിപ്പോ ഉൾപ്പെടെ റവന്യൂ സ്ഥലമാണ്. 8 ഏക്കറുണ്ട്. ആ 8 ഏക്കർ ഫോറസ്റ്റ് അന്യായമായി കൈവശം വെച്ചേക്കാണ്. അത് തെന്മലയുടെ വികസനത്തിന് വേണ്ടി വിട്ടുതരുന്നില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന പ്ലാന്റേഷനിൽ 40-50 ഏക്കറോളം റവന്യൂ സ്ഥലമുണ്ട്. ആ റവന്യൂ സ്ഥലവും ഗവൺമെന്റ് ഈ ഡിജിറ്റൽ സർവേ നടന്നെങ്കിലേ ഗവൺമെന്റ് ഏറ്റെടുത്ത് നൽകിയെങ്കിൽ മാത്രമേ തെന്മലയിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനം നടക്കുകയുള്ളൂ. 10,000-കണക്കിന് ആളുകൾ പുറമ്പോക്കിലാണ് അധിവസിക്കുന്നത്. റെയിൽവേ പുറമ്പോക്ക്, റോഡ് പുറമ്പോക്ക്, അങ്ങനെ പുറമ്പോക്കിൽ അധിവസിക്കുന്നവർക്ക് ഭൂമി കൊടുക്കാൻ കൂടി ഇത് ഉതകും. ഇപ്പൊ ചാരിയക്കര എസ്റ്റേറ്റിൽ 400 ഏക്കർ റവന്യൂ ഭൂമി ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട് സർവേയിൽ. അപ്പൊ ഇതെല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്താൽ ഈ റോഡ് പുറമ്പോക്കിലും റെയിൽവേ പുറമ്പോക്കിലും താമസിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഈ തെന്മല വില്ലേജിൽ ഈ സർവേ നടക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ഈ തെന്മലയ്ക്കപ്പുറത്തെ 10 ഏക്കർ ആയാലും ഒറ്റക്കല്ലായാലും ഉറുകുന്നായാലും ഇവിടെയെല്ലാം താമസിക്കുന്ന ആളുകൾക്ക് അവരെ കൈവശം ഇരിക്കുന്ന ഭൂമി തരംതിരിച്ചു കൊടുക്കുന്നതിനും അളവ് നടത്തി അളവിൽ കൂടുതലുള്ളത് പട്ടയം കൊടുക്കുന്നതിനുമുള്ള എല്ലാ കാലതാമസവും ഉണ്ട്. യഥാർത്ഥത്തിൽ സാധാരണക്കാരനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേകൾ താമസിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥ അനാസ്ഥ വളരെ വലുതായതുകൊണ്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സർവേ നടത്തി സാധാരണക്കാരനെ സഹായിക്കുന്ന രീതിയിലേക്ക് അവരുടെ പട്ടയം, 10 ഏക്കറിലാണെങ്കിൽ ഒരുപാട് പേർക്ക് പട്ടയം കിട്ടാനുണ്ട്, അവരെ കയ്യിൽ ഭൂമി ഇരിക്കുകയാണ്, പക്ഷേ അവർക്ക് അതിന് പട്ടയം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേ നടന്നെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ബോധപൂർവം സർവേ താമസിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് പറയാം. ലക്ഷ്യം ഉയർന്നിരിക്കുന്നത് അത് നമുക്ക് തോട്ടം മേഖലകളിലെ മുതലാളിമാരുടെ ഒരു സ്വാധീനം എന്നൊക്കെ ഉള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. വർഷങ്ങളായി തെന്മല കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തനം നടത്തുന്ന RSPയുടെ പ്രധാന ഒരു പ്രവർത്തനം എന്ന നിലയിൽ നിരവധി വീടും വസ്തുവും ഇല്ലാത്തവരുണ്ട്. അവർക്ക് വീടും വസ്തുവും സർക്കാർ തലത്തിൽ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് ഡിജിറ്റൽ സർവേ ഈ റവന്യൂ ഭൂമി കണ്ടെത്തുന്നതിന് ഒരു സഹായകമാണ്, നടക്കാത്തതാണ് നമ്മളൊരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. അത് ഡിജിറ്റൽ സർവേ നടക്കുന്നില്ല എന്നുള്ളത് ശരിയായ നടപടിയാണെന്ന് തോന്നുന്നു. അല്ല, ഡിജിറ്റൽ സർവേ തെന്മല ഒഴികെ ബാക്കി തെന്മല പഞ്ചായത്തിലെ എല്ലാ ഭാഗങ്ങളും നടന്നിട്ടുണ്ട്. തെന്മല മുതൽ കിഴക്കോട്ട് നമ്മൾ പരിശോധിച്ചാൽ തോട്ടം മേഖല നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നും ഡിജിറ്റൽ സർവേ നടത്തിയിട്ടില്ല. അത് ആരുടെയൊക്കെയോ സ്വാധീനവും മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥതയോ ആണ് കാരണം. നമ്മൾ തെന്മല തന്നെ ഭൂമിയില്ലാത്ത ഒരു സ്ഥലമാണ്. ഭൂമിയില്ലാത്ത പറഞ്ഞാൽ ഫോറസ്റ്റും റെയിൽവേയും കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂമി തോട്ടവുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ താമസിക്കുന്ന ഭൂമി വളരെ കുറച്ച് മാത്രമാണ്. ഒരു 10 റവന്യൂ ഭൂമി കൂടുതലും റെയിൽവേയും ഫോറസ്റ്റും തോട്ടം മേഖലകളും കൈയടക്കി വെച്ചിരിക്കുകയാണ്. 100% അങ്ങനെയാണ്. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മുടെ തെന്മലയിൽ തെന്മല ഡിപ്പോയിൽ ഒരു സമയത്ത് ഒരു സംയുക്ത ചെക്ക് പോസ്റ്റ് വരുന്നതിന് വേണ്ടി അന്നത്തെ ഗവൺമെന്റ് വളരെ ശക്തമായി ഇടപെട്ട് ഒരു 8.5 ഏക്കർ ഭൂമി അളന്ന് തിരിച്ചു മാറ്റിയിട്ടു. അതിനുശേഷം ഫോറസ്റ്റുകാർ അതിനെതിരെ കേസിന് പോയി. ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് അവർ അതിനെതിരെ കേസിന് പോയി. രാജ് സാർ മന്ത്രിയായിരുന്നപ്പോൾ പോലീസ് സ്റ്റേഷൻ പണിയാൻ വേണ്ടി 1 ഏക്കർ സ്ഥലം അവിടെ അളന്നിരിച്ചിട്ട് പോലീസ് സ്റ്റേഷൻ ഇവിടുന്ന് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥകളുടെ തോട്ടത്തിലിരുന്ന പോലീസ് സ്റ്റേഷൻ എടുത്ത് ഡാമിൽ IBയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ഇവിടെ ആ 1 ഏക്കർ സ്ഥലത്ത്
യാതൊരു കാരണവശാലും പോലീസ് സ്റ്റേഷൻ പണിയുന്നതിന് ആവശ്യമായ ഒരു നടപടികളും തുടർന്നു വന്നില്ല. അതായത് റെയിൽവേയുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട്. നമ്മുടെ തെമ്മല ജംഗ്ഷൻ്റെ തന്നെ ഒരു സൈഡ് മുഴുവനും റെയിൽവേ ആണ്. അതായത് ആ വീടുകളും ആ കടകളെല്ലാം ഇരിക്കുന്ന പൂർണ്ണമായി റെയിൽവേ ആണ്. ആ റെയിൽവേ ഇരിക്കുന്ന കടകളിൽ ലൈസൻസ് പുതുക്കണമെങ്കിൽ നമ്മൾ പഞ്ചായത്ത് കെ സ്മാർട്ട് എന്ന് പറഞ്ഞ പുതിയ പദ്ധതിയിൽ നമ്മൾ ഓൺലൈനിൽ ഇത് ബുക്ക് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ ഓൺലൈനിൽ അത് ബുക്ക് ചെയ്യുമ്പോൾ ആ കടയിൽ ഇരിക്കുന്ന ആ ഭൂമി റെയിൽവേയുടെ ആയതുകൊണ്ട് അതിനകത്ത് ഈ ഭൂമിയുടെ ഉടമസ്ഥന്റെ പേര് വരുന്ന റെയിൽവേ എന്നാണ്. അപ്പൊ ഒരു കാരണവശാലും അവർക്ക് ലൈസൻസ് കിട്ടൂല, മറ്റൊരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല അവർക്ക്. അപ്പൊ ആ തെമ്മല ഇപ്പോൾ ഈ കടകൾക്ക് ലൈസൻസ് കിട്ടാൻ വരുമ്പോൾ ചായക്കടകള്, പ്രൊവിഷൻ സ്റ്റോറുകള്, ഗ്രോസറി സ്റ്റോറുകൾ, അങ്ങനെ നിരവധി സ്റ്റോറുകളെ ഇപ്പോൾ അടയ്ക്കപ്പെടും. അവരുടെ തെമ്മല വീണ്ടും ഇരുട്ടിലാവും. ലൈസൻസില്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഈ ഡിജിറ്റൽ സർവേ വന്നാൽ ഇവിടെ നമുക്ക് ഏക്കർ കണക്കൊരു ഭൂമി, അതായത് നമ്മുടെ ഇപ്പൊ ഹാരിസന്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ ഭൂമിയാണ് റിയ റിസോർട്ട് ആൻഡ് പ്രോപ്പർട്ടീസ് എന്നുള്ള 205 ഏക്കർ. ഇതിനകത്ത് തന്നെ റവന്യൂ ഭൂമി ഉണ്ട്. ഹാരിസന്റെ ഭൂമി വിലയ്ക്ക് വാങ്ങി നമ്മൾ അവിടെ മുതലേ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് 199 വർഷത്തേക്ക് പാട്ടഭൂമിയായിരുന്നു. പാട്ടക്കര അറിഞ്ഞപ്പോ സർക്കാരിന് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? 100% സർക്കാരിന് എങ്ങനെ അത് പ്രമാണമായത്? അത് പ്രമാണമായി അന്നത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് 99 വർഷത്തിന് ശേഷം ഇവർ ഇതിന് പോക്കുവരവ് ചെയ്ത് ഈ ഭൂമി ഇത് പതിവ് ഭൂമിയാണെന്ന് വരുത്തി തീർത്ത് കരമടച്ച് അവരെ കൈവശം വെച്ചുകൊണ്ടാണ് ഈ ഭൂമി വിൽപ്പന നടത്തിയത്. അതായത് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന് കൂട്ടു നിൽക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരാണ് കൂട്ടുനിന്ന് അവര് ഒരു പക്ഷേ ഇത് ചുമ്മാ ചെയ്യില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരത്തിലുള്ള കൃത്രിമമായ പണി ചെയ്യുന്നത് ചുമ്മാ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിന് പാരിതോഷികം കൈപ്പറ്റിക്കണം. പക്ഷെ ഇതിനെ സംബന്ധിച്ചൊരു ചർച്ചയോ ഏതെങ്കിലും ഗവൺമെന്റുകൾ ഇതിനെ സംബന്ധിച്ച് അഭിപ്രായമോ പറയാൻ തയ്യാറാവാത്തടത്തോളം കാലം ഈ ഭൂമി പട്ടയം എന്ന പേരിൽ അവർ വീണ്ടും വീണ്ടും കൈമാറുന്നു. എന്നാൽ ഈ ഭൂമി സർക്കാരിൻ്റെതാണ്, ഈ സ്റ്റേറ്റിന്റെ വകയാണ് ഈ ഭൂമി. ഈ ഭൂമിയിൽ കടക്കാലാവധി കഴിഞ്ഞാൽ ഈ ഭൂമി തിരിച്ച് ഗവൺമെന്റിനെ ഏൽപ്പിക്കേണ്ട ഭൂമിയാണ്. സ്വകാര്യ റിസോർട്ട് ഉടമകളും തോട്ടം ഉടമകളും ഈ കൈയടക്കി വെച്ചിരിക്കുന്ന റവന്യൂ ഭൂമി സർക്കാർ ഡിജിറ്റൽ സർവേയിലൂടെ തരംതിരിക്കുമ്പോൾ കയ്യിൽ നിന്ന് നഷ്ടമാകും എന്നുള്ളൊരു തോന്നൽ വരുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥരെ ഒരു തരത്തിൽ ഇവർ സ്വാധീനിക്കുന്നതായിട്ട് ആരോപണമുണ്ട്. അത്തരത്തിലൊരു സ്വാധീനം നടക്കുന്നതായിട്ട് നമുക്ക് ആരോപിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അത്തരം സ്വാധീനിക്കലുണ്ട്. അവരുടെ ഭൂമി പോകാതിരിക്കാൻ വേണ്ടി കോടതിയിൽ നിന്ന് മറ്റാളുകളെ വിട്ട് സ്റ്റേ വാങ്ങിപ്പിച്ചുകൊണ്ട് ഇത് നടക്കാതിരിക്കുന്ന സംവിധാനമുണ്ട്. അപ്പം ഇത് സാധാരണഗതിയിൽ നൂലാമാലകൾ ഉണ്ടാക്കി ഇവിടെ സർവേ നടക്കരുത്. അത് ഈ സാധാരണക്കാരനെ സഹായിക്കാനും അല്ലെങ്കിൽ ഭൂമി കണ്ടെത്തി തെന്മല പഞ്ചായത്തിന് തന്നെ വികസനത്തിന്റെ ഏറ്റവും വലിയ മുരടിപ്പ് എന്ന് പറയുന്നത് ഭൂമിയില്ലായ്മയാണ്. ആ ഭൂമിയില്ലായ്മ പരിഹരിക്കാതെ തെന്മലയുടെ വികസനം നടക്കില്ല. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, ടൂറിസം തന്നെ എടുത്ത് പരിശോധിച്ചാൽ ആ ടൂറിസം മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിയില്ല, വളരെ കുറച്ച് മാത്രമാണുള്ളത്. ഇപ്പൊ തെന്മല എക്കോ ടൂറിസം എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നെങ്കിലും ഭൂമി ഫോറസ്റ്റിന്റെ കയ്യിലാണ്. അവരൊരു വികസനവും നടത്താൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അവർക്ക് അവരുടേതായ ടൂറിസം നടപ്പിലാക്കുന്നു. സാധാരണ ടൂറിസത്തെ വല്ലാത്ത രീതിയിലേക്ക് മാറ്റുന്ന സംവിധാനമാണ് നമ്മൾ കാണുന്നത്. ഏകദേശം നമുക്ക് ഇവിടെ ഈ റവന്യൂ ഭൂമി തന്നെ വനം വകുപ്പ് അവരുടെ ഭൂമിയാണെന്ന് പറഞ്ഞ് കൈയടക്കി വെച്ചേക്കുന്ന ഏകദേശം എത്ര ഏക്കറോളം ഭൂമി, നമുക്കൊരു അനൗദ്യോഗിക കണക്ക് മതി, ഏകദേശം എത്ര ഏക്കർ ഭൂമിയോളം കാണും? അത് 8.5 ഏക്കറാണ്. ആ 8.5 ഏക്കറുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട തോമസ് ഐസക് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ സംയുക്ത ചെക്ക് പോസ്റ്റിന് വേണ്ടിയിട്ട് 4 ഏക്കർ നമ്മളെ റവന്യൂ ഭൂമിയായി ഈ ഡിപ്പോയുടെ അങ്ങേയറ്റം അന്ന് കുറ്റിയടിച്ച് തരംതിരിച്ചതാണ്. ആ സംയുക്ത ചെക്ക് പോസ്റ്റിനെ സംബന്ധിച്ച് ഉള്ള വിഷയം വന്നപ്പോൾ പിന്നീടാണല്ലോ GST ഒക്കെ വരുന്ന സാഹചര്യത്തിലാണ് അത് മാറിപ്പോയത്. അപ്പൊ ആ ഭൂമി അന്ന് റവന്യൂ ഏറ്റെടുത്തു. അതിന് കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് തന്നെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചു, ഇത് റവന്യൂ ഭൂമിയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ആ റവന്യൂ ഭൂമി ആയതിനു ശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് വിട്ടുതരാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നിലവിൽ പറഞ്ഞ അനധികൃതമായി കൈയടക്കി വെച്ചേക്കും. അനധികൃതമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈയടക്കി വെക്കുകയാണ്. അവര് ആവശ്യമില്ലാത്ത ന്യായവാദമാണ് ഇത് ഉന്നയിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന നമ്മൾ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഹാരിസന് കുത്തപ്പട്ടം കൊടുത്ത റബ്ബർ തോട്ടമാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഡിപ്പോയുടെ ഭാഗവും വരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഈ ഡിപ്പോയുടെ കിഴക്കേറ്റത്ത് അന്ന് വച്ചിരുന്ന റബ്ബറിന്റെ അതേ പ്രായമുള്ള റബ്ബറുകൾ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഇത് ഒരു തെളിവായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഡിപ്പോയുടെ ഈ സൈഡിൽ താമസിക്കുന്ന ഡിപ്പോ ഓഫീസ് ഇരിക്കുന്ന ഉൾപ്പെടെ ഒരു സ്വകാര്യ വ്യക്തിയുടെയാണ്. അതില് ഒരു സ്വകാര്യ വ്യക്തിയുടെയാണ്. പട്ടയം ഉള്ളതായിരിക്കത്തില്ലല്ലോ. അത് പട്ടയമില്ല, പട്ടയമില്ല. പക്ഷെ സ്വകാര്യ വ്യക്തിയുടെ പേർക്കാണ്. 12 വർഷത്തിന് പുറത്ത് എന്തായാലും വരും. 12 അല്ല, 10-20 വർഷം മുമ്പ് ഉള്ളതാണ്. അപ്പൊ ഈ പ്രധാനമായി 1.5 ഏക്കർ ഭൂമിയാണ് ഈ തെന്മലയിൽ പട്ടയമുള്ളത്. അതിൽ തന്നെ ആളുകൾ തിങ്ങിയാണ് താമസിക്കുന്നത്. പഞ്ചായത്തിന് ഏകദേശം ഈ സ്ഥലം ഉണ്ടെന്ന് പറയുന്നെങ്കിലും അതിനും ആധികാരികമായ രേഖകളില്ല.
നിങ്ങൾ ഇവിടെ ഈ വർഷങ്ങളായിട്ട് ജനപ്രതിനിധികളാണ്. ഈ നിങ്ങളിവിടെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന വിഷയം വീടും വസ്തുവും ഇല്ലാത്തൊരു വിഷയം തന്നെ. ഇത് റവന്യൂ ഭൂമി തരംതിരിച്ച് കിട്ടിയെങ്കിൽ മാത്രമല്ല നിങ്ങൾക്ക് അവരെ സഹായിക്കാനും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്ന് പറയാൻ കഴിയത്തുള്ളൂ. അതാണ് ഞാൻ യഥാർത്ഥമായിട്ട് പറഞ്ഞത്. ഈ പറഞ്ഞ എസ്റ്റേറ്റുകളുടെ കൈവശം ഇരിക്കുന്ന റവന്യൂ ഭൂമി അത് ഏറ്റെടുക്കുകയും അത് സാധാരണക്കാരന് ഈ ഗവൺമെന്റ് തന്നെ നിശ്ചയിക്കുന്ന രീതിയിൽ 5 സെന്റോ 3 സെന്റോ കൊടുത്താൽ ഈ പാർപ്പിടമില്ലാത്തതും ഭൂമിയില്ലാത്തതും പ്രശ്നം പരിഹരിക്കാൻ പറ്റും. നമുക്ക് 1-2 പഞ്ചായത്തുകളെ ഇവിടെ വേണം ഉൾക്കൊള്ളാൻ പറ്റും ആൾക്കാരെ അല്ലേ? 1-2 പഞ്ചായത്തുകളെ പറ്റും. ഇപ്പൊ ഹാരിസന്റെ തന്നെ നാഗമലയിൽ റവന്യൂ ഭൂമിയുണ്ട്. ഒരു HML കൈയടക്കി വെച്ചേക്കാണ്. ഈ പറയുന്ന ചാലിക്കര എസ്റ്റേറ്റ്, ഈ പറയുന്ന തെമ്മലയിലെ മലയാളം പ്ലാന്റേഷൻ, അതിനകത്തുള്ള റവന്യൂ ഭൂമി. യഥാർത്ഥത്തിൽ ഈ ഡിജിറ്റൽ സർവേ വരുന്നതോടുകൂടി റവന്യൂ ഭൂമി തരംതിരിക്കാൻ കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ഏറ്റെടുത്താൽ ഈ ഭൂപ്രശ്നം പരിഹരിക്കാൻ പറ്റും. തെന്മലയുടെ വികസന സാധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭൂമി കൊടുക്കാൻ പറ്റും. ചില സ്വകാര്യ വ്യക്തികളുടെ ഇടപെടൽ ഈ ഡിജിറ്റൽ റീസർവേ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ആദ്യത്തെ ഫേസിലും സെക്കൻഡ് ഫേസിലും മനഃപൂർവ്വം ഒഴിവാക്കപ്പെടുകയാണ് ഉണ്ടായത്. വ്യക്തിപരമായും വ്യക്തമായും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടുത്ത് ഞാൻ നിവേദനങ്ങൾ മൂലം നൽകിയിട്ടുണ്ട്. പിന്നെ സർവേ ഭവനിൽ പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ റീസർവേ ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് സർവേ ഡിപ്പാർട്ട്മെന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതുമാണ്. ഇത്രയും കാര്യങ്ങളും പേപ്പർ വർക്കുകൾ നടന്നിട്ടും എന്തുകൊണ്ട് വില്ലേജ് ഓഫീസ് അധികൃതർ അല്ല റീസർവേ ഉദ്യോഗസ്ഥർ ഈ സർവേ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല? ഓരോ ഫേസ് കഴിയുമ്പോഴും ഈ തെന്മല വാർഡിനെ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു? ആദ്യം ഞാനത് നിയമപരമായ ടെക്നിക്കൽ താമസമാണെന്നാണ് കരുതിയത്. പക്ഷേ ഫസ്റ്റ് ഫേസ് നടന്നപ്പോൾ തന്നെ മനസ്സിലായി ഇത് നമ്മൾ നിൽക്കുന്ന തെന്മല ഡിപ്പോയാണ്. റവന്യൂ രേഖകളിൽ തിരുവനന്തപുരം സെൻട്രൽ സർവേ ഭവനിൽ റവന്യൂ നിലമായും പുരയിടമായും 31 ഏക്കർ ഗവൺമെന്റ് രേഖയിലുള്ള ഭൂമിയാണിത്. ഈ ഭൂമിയുടെ 6-1 7-1 സർവേയിൽപ്പെട്ട 8.5 ഏക്കർ മുൻപ് സംസ്ഥാന ഗവൺമെന്റ് അളന്ന് സംയുക്ത ചെക്ക് പോസ്റ്റിന് ശ്രീ ഗിരിരാജ് സിംഗ് IPS സാറെല്ലാം ഇരിക്കുന്ന സമയത്ത് കൈമാറിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഗവൺമെന്റ് പരമായിട്ടുള്ള രേഖകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നടപ്പാക്കുകയെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതിനു പിന്നിൽ വളരെ വലിയ ഗൂഢാലോചനയും ഉന്നതരുടെ ഇതുണ്ടെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ നിയമപരമായിട്ട് ശ്രമിച്ചത്. മാത്രമല്ല തെന്മല വാർഡിൽ തന്നെ റെയിൽവേയുടെയും ഫോറസ്റ്റിന്റെയും റവന്യൂവിൻ്റെതും അല്ലാതെ കൈവശം ഇരിക്കുന്ന 115ഓളം കുടുംബങ്ങൾ എല്ലാ വർഷവും എല്ലാ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും പട്ടയം നൽകാമെന്ന വ്യാജേനെ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരും വില്ലേജ് അധികൃതരും പട്ടയം കൊടുക്കാമെന്ന രീതിയിൽ അവരെ കൊണ്ട് അപേക്ഷകൾ വാങ്ങാറുണ്ട്. അപ്പൊ ഈ രേഖകളും എല്ലാം ഞാൻ മുൻപേ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് അറിഞ്ഞത്. ഇത് ഡിജിറ്റൽ റീസർവേ ചെയ്ത് വനവകുപ്പിന്റെ കയ്യിൽ നിന്നും സ്വന്തമായി നമ്മുടെ ഗവൺമെന്റിന്റെ ഭൂമി ഏറ്റെടുത്ത് ഇവിടുത്തെ വികസന മുരടിപ്പും മാറും. അതുവഴി തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ കഴിയും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. ഇവിടെ KIPയുടെ പണിക്ക് വന്നിട്ടുള്ള 3-ാം വാർഡും 4-ാം വാർഡിലുമായിട്ട് 250 തമിഴ് വംശജരായ കുടുംബങ്ങളും തെന്മലയിൽ ജനിച്ചു വളർന്ന 450ഓളം കുടുംബങ്ങളും കൈവശം ഇരിക്കുന്ന ഭൂമിയിൽ കൈവശരേഖ പോലും ലഭിക്കാൻ കഴിയാതെ നടക്കുന്നുണ്ടെന്നുള്ളതിനേക്കാൾ ഈ വില്ലേജ് പരിധിയിൽ ഏകദേശം 1000ഓളം കുടുംബങ്ങൾക്ക് ഇന്ന് സ്വന്തമായ ഭൂമി ഈ പരിധിയിൽ ലഭിക്കാത്ത സാഹചര്യമാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മുൻ ഡിപ്പാർട്ട്മെന്റുകൾ പല വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ MLA ആയ ശ്രീ സുബാൽ സാറ് നിയമസഭയിൽ പലവട്ടം സബ്മിഷനായിട്ട് ഉന്നയിച്ച് ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും മറ്റ് പൊതുജന പങ്കാളിത്തത്തോടെ ഒരു സമരപരമായിട്ടോ അല്ലെങ്കിൽ അത്തരം നടപടികൾ കൂടെ മാത്രമേ ഇത് നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായതിനാലാണ് ഞാനത് മുഴുവൻ രേഖകളും തയ്യാറാക്കിയിട്ടും ഡിജിറ്റൽ റീസർവേ നടത്താത്തതിൽ പ്രതിഷേധിച്ച് ഈ ഒറ്റയ്ക്ക് നിരാഹാര സത്യാഗ്രഹം നടത്താൻ തന്നെ തീരുമാനിച്ചതും അതുവഴി ഈ വില്ലേജിലെ രാഷ്ട്രീയ പ്രമുഖർ, പൊതുജനങ്ങൾ, മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ഈ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കണ്ടെത്തലിനും കൂടെയാണ്. ഞാൻ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള CPMന്റെ ഭാഗത്തു നിന്നും വന്ന നേതാവ് ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാന വിഷയം ഈ തോട്ടം മേഖലകളിൽ ഹാരിസൺ പോലെയുള്ള റിയ പോലെയുള്ള എസ്റ്റേറ്റുകൾ ഏക്കർ കണക്കിന് ഭൂമി അവര് കൈയടക്കി വെച്ചിട്ടുണ്ട്, റവന്യൂ ഭൂമി കൈയടക്കി വെച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സർവേ നടക്കുകയാണെങ്കിൽ ഇതൊക്കെ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. അതുകൂടി ശരിയല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് പച്ച പരമാർത്ഥമാണ്. അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ തെന്മലയിൽ മാർക്കറ്റിൽ ഒരു വാണിജ്യ സമുച്ചയവും തെന്മലയിൽ ട്രാൻസ്പോർട്ട് ഡിപ്പോ പോലെയുള്ള സാഹചര്യത്തിന് മുതിർന്നപ്പോൾ
നമ്മുടെ വില്ലേജ് തെന്മല വില്ലേജ് പങ്കിടുന്ന 2 എസ്റ്റേറ്റുകളാണുള്ളത്. ഹാരിസന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ഇസ്ഫീൽഡ് എസ്റ്റേറ്റും തെന്മല ഇപ്പോൾ റിയ പ്രോപ്പർട്ടീസ് ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റും അവരെ ഇത് സാരമായി ബാധിക്കുമെന്നുള്ളതിനാൽ ആ പ്രോജക്റ്റ് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലാക്കുകയും അദ്ദേഹം പറഞ്ഞതുപോലെ റിയ എസ്റ്റേറ്റ് എന്ന പ്രോപ്പർട്ടി 206 ഏക്കറിന്റെ അറിയിപ്പിൽ അതിൽ കൂടുതൽ കൈവശം ഉണ്ട് എങ്കിലും 206 ഈ 206 ഏക്കർ റിയയുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി അത് മറ്റേ പാട്ടഭൂമിയാണോ അതോ അവരുടെ സ്വന്തമാണോ? ട്രാവൻകൂർ ടി ആൻഡ് കമ്പനി എന്ന് പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉള്ള ഒരു എസ്റ്റേറ്റ് അത് കാലാവധിക്ക് കൊടുത്ത് തിരിച്ച് പാട്ടക്കാലാവധി കഴിഞ്ഞ ഗവൺമെന്റ് ഭൂമിയാകുന്ന ഗണത്തിൽ ഏറ്റവും യോഗ്യമായ ഒരു ഭൂമിയാണ് തെന്മല എസ്റ്റേറ്റ്. നാഗരാജാണ് ഈ വിഷയം ഉന്നയിച്ച് ഇപ്പോൾ സമര പരിപാടികളും രംഗത്ത്. നാഗരാജ് ഒരു പാർട്ടിയുടെ പിന്ബലമില്ലാതെ സ്വതന്ത്രനായി ജയിച്ച ആളാണ്, അങ്ങനെ പഞ്ചായത്ത് മെമ്പറായ ആളാണ്. എന്തായാലും ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഇപ്പോൾ ഇത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി സഹകരണവുമായി നിരവധി ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്തായാലും ഡിജിറ്റൽ സർവേ ഇവിടെ അടിയന്തരമായി നടപ്പിലാക്കണം എന്ന ആവശ്യം തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്ത ഓരോ ആളും ഉന്നയിക്കുന്നത്. അത് അടിയന്തരമായി നടപ്പിലാക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി റവന്യൂവിന് സ്വന്തമായി കിട്ടും. കൊല്ലം ജില്ലയിലെ ഉൾപ്പെടെയുള്ള ഭൂപ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം നടത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ റവന്യൂ വകുപ്പ് ഉത്തരവാദിത്തം കാണിക്കണം. ഡിജിറ്റൽ സർവേ നടത്തുവാനുള്ള നടപടികളുമായി തന്നെ മുന്നോട്ട് പോകണം. അടിയന്തരമായി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഈ വിഷയത്തിൽ കാലതാമസം ഒഴിവാക്കി, അമാന്തം ഒഴിവാക്കി ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി സ്ഥലം തിരികെ പിടിക്കാനുള്ള നടപടികളായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇതോടെ ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.